എല്ലാവർക്കും ശ്രീഭദ്ര ആസ്ട്രോളജിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത് കക്കാടംപൊയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണാം. ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുക. എന്നും ആസ്ട്രോളജി മാത്രമാണല്ലോ, ഇന്നൊരു പ്രകൃതിയുടെ ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി വോയിസ്. അപ്പോൾ അത് കക്കാടംപൊയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ ഉള്ളൊരു വെള്ളച്ചാട്ടമാണത്, കോഴിപ്പാറ വെള്ളച്ചാട്ടം എന്ന് പറയും. അപ്പോൾ ഇവിടുന്ന് 15 കിലോമീറ്റർ ഉള്ളു പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഫുള്ള് കയറ്റാണ്, ചുരം പോലെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിരുന്നു. ഇത് വെള്ളച്ചാട്ടം മാത്രം ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കോഴിക്കോട് ജില്ലേൻ്റെയും മലപ്പുറം ജില്ലേൻ്റെയും ഒരു ബോർഡറാണിത്. 12,000 ഏക്കർ സ്ഥലമാണിത്. ഇതിന് പേര് തന്നെ 12,000 ഏക്കർ എന്ന്. പക്ഷെ ഇവിടെ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴയൊന്നുമില്ല, വെയിലായി. വെള്ളം കുറവാണ്. സാധാരണ നല്ല വെള്ളം ഉണ്ടാവാറുണ്ട്. ആ കമ്പി വെച്ച അതുവരെ വെള്ളം ഇങ്ങനെ പോവാറുണ്ടായിരുന്നു. അങ്ങോട്ട് പോകാതിരിക്കാനാണ് കമ്പി വെച്ചത്. ഇവിടുന്ന് കുറേ അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പം ഇവിടെ അടുത്ത് എന്തോ അപകടം നടന്നിട്ടുണ്ട്. അത്രയ്ക്കും ചെരിവാണത്, വെള്ളം കുത്തി വെച്ച് പോവാൻ. ഇപ്പം എന്തോ വെള്ളം കുറവാ, എന്താ കാരണം അറിയില്ല. ഞാൻ പോകുമ്പോഴൊക്കെ നല്ല വെള്ളം ഉണ്ടാകാറുണ്ട്. ഇത് രാവിലെ കണ്ടാണ് ആളുകളൊക്കെ കുറവ്, അല്ലെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഓണസമയത്തൊക്കെ ഇവിടെ മലപ്പുറം കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് വന്നു പോയി പോകാനുള്ള പറ്റിയ സ്ഥലമാണ്. കക്കാടംപൊയിൽ പറഞ്ഞാൽ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പോയിന്റാണ്. അവിടെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളും പാർക്കുകളൊക്കെ ഉണ്ട്. പാർക്കിൽ പോകാൻ നോക്കിയപ്പോൾ ഭയങ്കര ചാർജ്. അവിടെ ഒരാൾക്ക് 900 രൂപയാണ്. അതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, എല്ലാം ഫ്രീ ആണ്, പിന്നെ പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ പറഞ്ഞാൽ 50 രൂപ ഉള്ളു. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പാറപ്പുറത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിനൊരു സുഖമാണ്. ഇങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വന്നിരിക്കുക. ഇന്ന് മുകളിലിരുന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടവർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ലൈക്ക് അടിക്കുക. ഇതൊക്കെ വരുന്ന വഴിയാണ് ആ കാണുന്ന അപ്പുറത്തുനിന്ന്. ഇവിടെ വന്യമൃഗങ്ങൾ ശല്യമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഒന്നുമില്ല, അവിടെ എഴുതിയിട്ടിട്ടുണ്ട് ശ്രദ്ധിക്കാൻ. പിന്നെ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും. അങ്ങോട്ട് കടന്നാൽ അതിക്ക് തെന്നി വീണാ പിന്നെ കിട്ടില്ല. അത്രയും കുത്തൊഴുക്കിൽ ചെരിഞ്ഞ പാറക്കെട്ടിൻ്റെ ഉള്ളിൽ കുടുങ്ങി മരണപ്പെടും. എന്നാലും ഓരോരുത്തർ അങ്ങോട്ടൊക്കെ കയറാറുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കാം.